അരങ്ങത്ത് വെച്ചുണ്ടായ അമ്പരപ്പ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല മനുവിന്. അല്ലേ ഭദ്രേ? ഭദ്ര? അതെ, അതാണ് മീനാക്ഷിക്ക് റെഡ് ആർമി നൽകിയ പുതിയ പേര്. വാഗമണ്ണിൽ വെച്ച് നടന്ന നിന്റെ ദുരന്ത കഥയിലെ നായികയും കുടുംബവും അപമാനഭാരവും പേറി ഒടുവിൽ വന്നപ്പെട്ടത് ഈ നഗരത്തിൽ. ഒരുപക്ഷെ നഗരത്തിലെ അഴുക്കുചാലുകളിൽ ചെന്നെത്തിപ്പെടേണ്ടിയിരുന്ന ഞാൻ ഒരു ഡാൻസർ ആയിട്ടാണ് റെഡ് ആർമിയിൽ എത്തിയത്. മനു റെഡ് ആർമിയിലെത്തി ഒരു സിംഗറായി മാറിയതുപോലെ. ഇവിടെ ദൈവത്തിന്റെ ഒരു കളിയുണ്ട്, അല്ലെങ്കിൽ വിധിയൊരുക്കിയ ഒരു റീയൂണിയൻ. താങ്ക്സ് റിച്ചാർഡ്. എനിക്കെന്റെ മീനാക്ഷിയെ അല്ല ഭദ്രയെ തിരിച്ചു തന്നതിന്, അവൾക്കൊരു ജീവിതം കൊടുത്തതിന്. 1 സെക്കൻഡ് സർ. സർ സർ ഓക്കെ ഓക്കെ സർ ഓക്കെ. പുതിയ പ്രോഗ്രാം ഇന്ന് രാത്രി. എവിടെയാണ് പ്രോഗ്രാം? നഗരത്തിലെ ഒരു മഹാസമ്പന്നന്റെ വീട്ടിൽ. പക്ഷേ മനു ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല. ഗെറ്റ് റെഡി. താനിതുവരെ ഉറങ്ങിയില്ലേ? നിങ്ങൾ എവിടെ പോയിരുന്നു? ഗാനമേള. ആ വാക്കിനി പറയണ്ട. ഞാൻ നിങ്ങളുടെ ആരാണ്? സുഹൃത്തോ അതോ ശത്രുവോ? താനിങ് വന്നേ, ഇരിക്കെ. എന്തിനും തയ്യാറാണോ? എന്ന് വെച്ചാൽ? അതാണ് ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ അടിസ്ഥാന നിയമം. ട്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ നിയമം എല്ലാവർക്കും ബാധകമാണ്. സെന്റിമെന്റ്സിന്റെയോ മറ്റേതിന്റെങ്കിലും പേരിൽ ചുമതലയിൽ നിന്നും ഒഴിയാൻ പറ്റില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം. ഭാഗ്യം കെട്ട ജന്മം കൊണ്ട് നമുക്ക് എന്തൊക്കെ നിഷേധിക്കപ്പെടുന്നുവോ അതൊക്കെ നേടണം. അതിനെ ഞങ്ങളൊരു വഴി കണ്ടെത്തി. നല്ല വഴിയല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ. നല്ല വഴിയിലൂടെ പോയാൽ ജീവിത അവസാനം വരെ ദുരിതം, അവഗണന, പുച്ഛം, മർദ്ദനം, അതൊക്കെ അറിയാമല്ലോ. അറിയാം. ആരും ധീരന്മാരായും ക്രൂരന്മാരായും ജനിക്കുന്നുണ്ടോ? സ്ത്രീധനത്തൊക്കെ പോരാത്തന്റെ പേരില് എന്റെ ഒരേ ഒരു ചേച്ചി അവർ ചുട്ടുകൊന്നു. ചേച്ചിയുടെ ഭർത്താവും അച്ഛനും അമ്മയും ബ്രദേഴ്സും. എന്നിട്ട് ആ ഡൗറി ഡെത്ത് അവർ ആത്മഹത്യയാക്കി മാറ്റി. എനിക്കൊരു ജോലിക്ക് വേണ്ടി ശുപാർശ കത്ത് വാങ്ങിക്കാൻ ചെന്ന എന്റെ സഹോദരിയെ ഒരു പണച്ചാക്ക് റേപ്പ് ചെയ്തു. അവർ ആത്മഹത്യ ചെയ്തു. സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ എന്റെ അച്ഛനെ ഫാക്ടറിയിൽ നിന്ന് പിരിച്ചുവിട്ടു, തല്ലി കാലൊടിച്ചു. പട്ടിണി, ദാരിദ്ര്യം, പീഡനം, പരിഹാസം, ആട്ടും തുപ്പും. പണമില്ലാത്തവന് ഈ ലോകം കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ. എനിക്ക്, റിച്ചാർഡിന്, തോംസണ്, അശോകന്, റോയ്ക്ക്, ഭദ്രയ്ക്ക്, ഇപ്പോൾ തനിക്ക്. ഇതുപോലെ ആയിരം തെണ്ടി പരീക്ഷകൾക്ക്. തെണ്ടിപ്പരിശകളെന്ന് തെണ്ടിപ്പരിശകളായി മാത്രം കഴിഞ്ഞാൽ മതിയോ? പല തവണ ഞങ്ങളോട് തന്നെ ചോദിച്ച ചോദ്യമാണത്. പോരെന്ന് തോന്നി. എനിക്ക് ശക്തി തന്നത് ഇംഗ്ലീഷ് സിനിമകളോ സായിപ്പിന്റെ പുസ്തകങ്ങളോ അല്ല, എരിഞ്ഞു മരിച്ച എന്റെ മിനിച്ചേച്ചിയാണ്. ആയുധവും പോരാട്ടമുറകളും ഇല്ലാത്തൊരു പോരാളിയായിരുന്നു ഞാൻ. എതിർക്കണമെന്നും തകർക്കണമെന്നുള്ള വാശി മാത്രമുണ്ട്. നിരാശനായി വീട് വിട്ടിറങ്ങി ഈ ഫോർട്ട് കൊച്ചിയിലെത്തിയ എന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. മാഗി റൊസാറിയോ. ഫോർട്ട് കൊച്ചിയിലെ ഒരു ചെറിയ ഗോവൻ റെസ്റ്റോറന്റിൽ ഞാൻ അവരോടൊപ്പം കൂടി. അവർക്ക് ഞാൻ മകനെ പോലെയായിരുന്നു. ഒരു ദിവസം അവരുടെ വളർത്തുമരുന്ന് പറയുന്ന റാസ്കലിന്റെ അടിയേറ്റ് ചത്തു വിറങ്ങലിച്ച മാഗി അനുടെ ശവശരീരം ഈ ചീനവലക്കിടയിൽ കുരുങ്ങിക്കിടന്നു. പിന്നെ 3-ാം നാൾ അവന്റെ തലക്കടിച്ച് കൊന്നുകൊണ്ടാണ് എന്റെ പ്രൊബേഷൻ പീരീഡ് ഞാൻ തുടങ്ങുന്നത്. നമുക്ക് നഷ്ടപ്പെടുന്നത് എവിടെയൊക്കെയോ കുന്നുകൂടുന്നുണ്ട്. അതാണ് ഈ സമൂഹത്തിന്റെ സ്വഭാവം. കുഴികളും പർവ്വതങ്ങളും. ഞങ്ങൾ പർവ്വതങ്ങളെ തുരക്കുന്നു, കിട്ടുന്നത് പങ്കിട്ടെടുക്കുന്നു. ദാറ്റ്സ് ഓൾ. കവർച്ച? എന്ത് പേരും പറയാം. എന്താ ജോലി പിടിച്ചോ? പക്ഷെ റിച്ചാർഡ്, താറാവൻ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ നീന്താറില്ല. വെള്ളത്തിൽ മുങ്ങി ചത്തുവെന്ന് വരുമ്പോ സ്വയം നീന്തിപ്പോവും. ഈ രംഗത്തെ താപ്പാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ വെറും താറാവും കുഞ്ഞുങ്ങളാ. പക്ഷേ സമൂഹം നമ്മളോട് ചെയ്തതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തനിയെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും, നീന്തും, നീന്തി തുടിക്കുമ്പോഴോ. We must make money. എല്ലാ റാസ്കൽസിനോടും പണം കൊണ്ട് മറുപടി പറയണം. ആദ്യം വേണ്ടത് ലക്ഷ്യം നേടാനുള്ള മനസ്സാണ്. ധൈര്യം പിന്നാലെ വരും. ഈ സൊസൈറ്റിക്ക് ആവശ്യം മനുഷ്യത്വമല്ല, സ്നേഹമല്ല, മണി. തെറ്റായ വഴിയിലൂടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് പിടിച്ചെടുക്കും.
റിച്ചാർഡ്, ഞാനും ഈ ട്രൂപ്പിൽ ചേരുന്നു. ഗുഡ്. ഈ മനസ്സാണ് ആവശ്യം. ബാക്കിയെല്ലാം ക്യാപ്റ്റൻ തീരുമാനിക്കും. ക്യാപ്റ്റൻ അതാരാണ്? സംഗീതത്തിന്റെ ഗുരു, കവർച്ചയുടെ ഗുരു, ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. വരൂ. ഗുഡ് മോർണിംഗ് ക്യാപ്റ്റൻ. ഗുഡ് മോർണിംഗ്. ഗിറ്റാർ വായിക്കാൻ അറിയുമോ? ഇല്ല. അറിയണം. അറിയാതെ എങ്ങനെ പ്രോഗ്രാംസ് നടത്തും? വരൂ. നിന്റെ വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. നീ പുതുമുഖമാണ്. സാരമില്ല, കുറച്ചു ദിവസം ഇവിടെ താമസിക്കാം. സംഗീതം പഠിക്കാം. എന്താ? ശരി ക്യാപ്റ്റൻ. ഇടയ്ക്ക് വെച്ച് മതിയായി എന്ന് തോന്നുന്നത് ട്രൂപ്പിന്റെ നിയമത്തിനെതിരാണ്. അങ്ങനെ രാജിയാകുന്നവൻ ജീവിതത്തിൽ നിന്ന് തന്നെ രാജിയാകേണ്ടി വരും. വ്യക്തമായോ? ഡാഗർ, റിവോൾവർ തുടങ്ങിയ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച നമ്മൾ പ്രോഗ്രാം ചെയ്യുക. ഇതൊന്നും കൈകാര്യം ചെയ്യാൻ നിനക്ക് അറിയില്ലല്ലോ. ഇല്ല ക്യാപ്റ്റൻ. അറിയാനാണ് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ഗിറ്റാറും വയലിനും പഠിക്കണം. സംഗീതം തന്നെ 2 വിധമല്ലേ? മൃദുല സംഗീതവും രൗദ്ര സംഗീതവും.